ഇങ്ങനൊരു 3 പ്രാവശ്യം ഇവിടെ പോയി. 3ാമത്തെ പ്രാവശ്യം എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അങ്ങോട്ട് കയറുന്നിടത്ത് കണ്ടത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഇദ്ദേഹം ഡൽഹിക്ക് കൊടുത്തിരിക്കുന്ന ഫയലെന്ന് പറയുന്ന 4 ഫയലും അവതരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കബഡ് മുകളിൽ ഓപ്പൺ ഇതിലിരിക്കുന്നു. ഞാൻ അകത്തോട്ട് കയറി ഒത്തിരി പേരുമുണ്ട്. ഞാൻ എൻ്റെ സങ്കടവും പ്രയാസവും, കാരണം ഇല്ലാത്ത 300 രൂപ ഉണ്ടാക്കി ഒരു ഓട്ടോ പിടിച്ചാലേ അവർ വരത്തുള്ളൂ, വരാൻ ഇവിടെ വരാൻ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോയി. എനിക്ക് ദേഷ്യവും വന്നു. നമ്മൾ കാശ് മുടക്കി അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് എ ബെസ്റ്റ് ചോയ്സ്. ലക്കിലി കിട്ടിയേക്കും, ബട്ട് മോസ്റ്റ് ഓഫ് ദം ഹാസ് ടു സഫർ. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നടക്കുന്നു, ഇഷ്ടംപോലെ നടക്കുന്നു. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ല, ആർക്കും അവിടെ വരാനൊക്കത്തില്ല. അങ്ങനെ 9 മാസം ഹസൻ സാറിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എടുത്ത് അപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു, അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇതെനിക്കൊന്നും ചെയ്യാനില്ല, ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ആ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് എനിക്കൊരു പാൻറ്റും ഷർട്ടും കൂടെ വാങ്ങിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ട്. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ കൂടിക്കാഴ്ചയിൽ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ അധികായന്മാരോ ഒക്കെയാണ്. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി, എന്നാൽ പ്രേക്ഷകർ പരിചയപ്പെടേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ അവതരിപ്പിക്കുന്നത്. ശ്രീ കോയാട്ട് മാത്യു ജോർജ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 26 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ഒരാൾ. 1970കളിൽ വലിയൊരു ജീവിതം സ്വപ്നം കണ്ട് ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും അറബി രാജ്യത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അവിടെ നേരിടേണ്ടി വന്ന ചതിക്കുഴികൾ, യാതനകൾ ഒക്കെ അത് ഒരുപക്ഷേ ഈ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ഇവിടുത്തെ സഹോദരന്മാർ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു അധ്യായം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ശ്രീ മാത്യു ജോർജ്, സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അങ്ങ് 1970കളിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭാരതം വിട്ട് താങ്കൾ ഒരു അറബി മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അബുദാബിയിലേക്കാണ് അങ്ങ് ആദ്യമായി എത്തിച്ചേരുന്നത് എന്നാണ്. എങ്ങനെയായിരുന്നു, എന്താണ് ശരിക്കും അവിടേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം? എൻ്റെ അങ്കിള് ഒരു ഡേവിഡ് കുര്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അബുദാബിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വിസിറ്റ് വിസ അയച്ചു തന്നു. ആ വിസിറ്റ് വിസയിൽ അവിടെ പോയി അദ്ദേഹം തന്നെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു എയർപോർട്ട് കൺസ്ട്രക്ഷൻ കമ്പനി, പോളിംഗ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇംഗ്ലീഷുകാരുടെ, ഇറ്റാലിയൻസിൻ്റെ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എൻ്റെ മാനേജർ. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അവിടെ ചെന്നു. അവിടെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് അവരുടെ എയർപോർട്ട്, മസ്കറ്റിലെ എയർപോർട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ അവർ വൈൻഡ് അപ്പ് ചെയ്തു. അവർ ഓൺലി കൺസ്ട്രക്ഷൻസ് ഓഫ് എയർപോർട്ട്. ഓക്കെ, അതപ്പോൾ കോൺട്രാക്ട് ബേസിലായിരുന്നു? അല്ല, കോൺട്രാക്റ്റിൽ മന്ത്ലി സാലറി എന്നുള്ള ബേസിസിലായിരുന്നു അന്ന്. അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പോൾ അവർ പോയി എന്നുള്ളതേ ഉള്ളൂ. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തു. അവിടുന്ന് പിന്നെ എങ്ങനെയാണ് ഈ സ്വന്തം ബിസിനസ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നത്? 1990 ഞാൻ ദുബായിക്ക്, അബുദാബിയിൽ നിന്ന്, അതൊരു 20 വർഷത്തിന് ശേഷം. അപ്പോൾ ഈ ബാക്കിയുള്ള 20 വർഷം എന്താ അവിടെ തന്നെ എംപ്ലോയി ആയിട്ട്? അപ്പോഴൊന്നും കുഴപ്പമില്ല? അല്ല, അവിടെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. അബുദാബിയിലൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിൽ നല്ല ശമ്പളം, നല്ല പൊസിഷൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അവിടെ നിന്ന് സക്സസ് ആകാം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സ്വന്തമായ ഒരു ബിസിനസ് എന്നൊരു ആശയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ബിസിനസ്സിൻ്റെ തുടക്കം? ഞാൻ ദുബായി ചെന്നിട്ടൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് കുറച്ചുകൂടെ വിപുലീകരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ചേർന്നു. അവിടെ താങ്കൾ ചേരുന്നത് അവിടുത്തെ ഷാർജ റൂളറുടെ, ഇപ്പോഴത്തെ റൂളറുടെ അനുജൻ്റെ മകനായിരുന്നു. പുള്ളി ഷാർജയിലെ പോർട്ട് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനാണ്. നിലവിൽ അദ്ദേഹം അവിടുത്തെ ഷിപ്പിംഗ് മിനിസ്ട്രിയിലുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തുടക്കം? ഞങ്ങൾ ബിസിനസ് തുടങ്ങി, ആദ്യം വന്നു, പിന്നെ കറസ്പോണ്ടൻസ് നടത്താൻ തുടങ്ങി. കറസ്പോണ്ടൻസ് നടത്തി പല കമ്പനികളുമായിട്ട് ഡീൽ ചെയ്തു, പലർക്കും സ്പോൺസർഷിപ്പ് കൊടുത്തു. അപ്പോൾ അതൊക്കെ അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളാണ്. പിന്നെ സ്വന്തമായിട്ട് ഓയിൽ ഡീൽ, ക്രൂഡ് ഓയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അതായിരുന്നു. അതിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയതും. അതോടുകൂടിയാണ് അവന് നമ്മളെ വഹിച്ചത്. ഇത് തുടങ്ങുന്നത് ഏത് സമയമാണ്? ഇത് 2000 ഈ ഡീൽ നടന്നത്. അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. വലിയ ഡീലുകൾ വന്നപ്പോഴത്തേക്ക് 1998 തോന്നുന്നു
അല്ല, സ്വാഭാവികമായും കമ്പനി തുടങ്ങി ഒരു 3 അല്ലെങ്കിൽ 5 വർഷത്തിനകം ബ്രേക്ക് ഈവൻ ആവേണ്ടതാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ബ്രേക്ക് ഈവൻ പീരീഡിലോട്ടായത്? ബ്രേക്ക് ഈവൻ പീരീഡ് ആയതെന്ന് പറയുന്നത് 1995-96 ആയപ്പോഴത്തേക്ക് നമ്മൾ വെൽ ഓഫ് ആയി. വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി ഇൻ UAE എന്നുള്ള നിലയിൽ വന്നു. അപ്പോൾ എപ്പോൾ മുതലാണ് താങ്കൾ ചതിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീല് വരുന്നത്? കാര്യം ഈ ലാഭവിഹിതമായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള ടേംസ്, അതല്ലേ? ടേംസ് അങ്ങനെയല്ലേ? അപ്പോൾ ആ ടേംസ് അനുസരിച്ച് എപ്പോൾ മുതലാണ് ഈ ഒരു ചതിക്കുഴിയിൽ വരുന്നത്? ഈ ഡീൽ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഡീൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു അതിൻ്റെ കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ അത് കാശ് കളക്ട് ചെയ്യാനായിട്ട് UK പോകണമായിരുന്നു. അപ്പോൾ UK പോയി അത് പുള്ളിയുടെ വൈസ് ചെയർമാനായിട്ടുണ്ടായിരുന്ന ആളുടെ പേരിൽ ഓതറൈസേഷൻ ഞങ്ങൾ തന്നെ കൊടുത്തു. ഞാനും ഷെയ്ഖും കൂടെ ചേർന്ന് പുള്ളിക്ക് ഓതറൈസേഷൻ കൊടുത്തു. പുള്ളി ചോദിച്ചൊക്കെ കളക്ട് ചെയ്തു. തിരിച്ചു വന്നിട്ട് എൻ്റെ ഷെയർ ചോദിച്ചപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. എന്തായിരുന്നു പ്രശ്നം? ഞാൻ എൻ്റെ ഷെയർ ചോദിച്ചു. അപ്പം പുള്ളിക്ക് തരാൻ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ വന്നു. പുള്ളി എന്ത് ചെയ്ത് ചെക്ക് തന്നു. ചെക്ക് തന്നിട്ട് ആ ചെക്കിന് ഒരു എഗ്രിമെൻറ്റും തന്നു. അല്ല, ഇപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പീരീഡ് വരെ താങ്കൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല? ഇല്ല, പ്രോഫിറ്റിൻ്റെ ഷെയറേ ഉള്ളൂ. പ്രോഫിറ്റിൻ്റെ ഷെയറേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ മാത്രം. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഷെയർ ചോദിക്കുമ്പോഴാണ് ഈ ഒരു... അല്ല, ചോദിച്ചപ്പോൾ കുഴപ്പമില്ല. ചോദിച്ചപ്പോൾ ഒരു ടൈം വേണം എന്ന് പറഞ്ഞു. ടൈം നമ്മൾ കൊടുത്തു. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി 2 ചെക്കായിട്ട് എനിക്ക് തന്നു. എത്രയാണായിരുന്നു എമൗണ്ട്? $4,550,000 2 ചെക്ക് തന്നു. ഒരു എഗ്രിമെൻറ്റും സൈൻ ചെയ്തു. എഗ്രിമെൻറ്റും സൈൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാളിട്ട് ഉരുട്ടി. അത് കഴിഞ്ഞ് രക്ഷയില്ല വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കാശ് കിട്ടണം എന്ന് പറഞ്ഞു. കാശ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിവുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ളതും നടക്കുന്നതും ഒക്കെ നമുക്കറിയാം. ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് എനിക്ക് നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഞാൻ... അല്ല, ഈ കാശ് തിരിച്ചു കിട്ടാതായി ചെയ്യാന്നുള്ള ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ താങ്കൾക്ക് ആ ഒരു ചതി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കോർട്ടിൽ പോയി. ഞാനൊരു ലെറ്റർ കൊടുത്തു. അവിടുത്തെ കോർട്ടിൽ കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം പുള്ളി വന്നില്ല. അപ്പോൾ വരത്തില്ല, ഷെയ്ഖുമാരൊന്നും വരത്തില്ല, അവർക്കൊക്കെ പ്രസ് ചെയ്യാൻ ഒക്കത്തില്ല. 2ാമത്തെ പ്രാവശ്യം വന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ കോർട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ പോലീസ് വളഞ്ഞു, അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു താങ്കൾക്ക് നേരെയുള്ള ഒരു... അവർക്കൊന്നും പറയാനില്ലായിരുന്നു. വരണമെന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് കോർട്ട് ഇവിടാണെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഷാർജ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടെ വന്നു. ഞാൻ അവിടുന്ന് അവരെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി എൻ്റെ സാധനങ്ങളെല്ലാം അങ്ങ് വാങ്ങിച്ചു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. പിന്നെ അവൻ വീടിൻ്റെ ചാവി എടുത്തു, എല്ലാം എടുത്തു കൊണ്ടുപോയി. പിന്നെ എന്താണെന്നറിയത്തില്ല. പിന്നെ 9 മാസത്തെ എന്ന് പറഞ്ഞാൽ കേസൊന്നുമില്ല. അങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട്. അബുദാബി ഇവിടുന്ന് 15 ദിവസം കഴിയുമ്പോൾ അബുദാബി വിടുക. അബുദാബിയിൽ നിന്ന് 15 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വിടുക. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രം. അതിൻ്റെ ഇടയിൽ 1 മാസത്തെ ശിക്ഷ തന്നിട്ടുണ്ട്. വിസ ഇല്ല എന്നുള്ള. വിസയും പാസ്പോർട്ടും അവൻ്റെ കയ്യിലായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയത് അവനാ, ഞാനല്ല. എങ്കിലും അത് പറയാൻ നിവൃത്തിയില്ല. അവൻ ഡിപ്പോർട്ട് ചെയ്തു. അല്ല, അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക, ഭരണാധികാരിയുടെ ബന്ധുവിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ചതി പറ്റുന്നു. അവിടുത്തെ നിയമത്തിൽ നിന്ന് വേണ്ട വിധമുള്ള ഒരു പരിരക്ഷ കിട്ടിയുമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു 9 മാസം മുന്നോട്ട് പോയത്? കാര്യം ഇത് കുറച്ചുകൂടെ വ്യക്തമാകേണ്ടത് പ്രേക്ഷകർക്കാണ്. എനിക്കിതിൻ്റെ സംഭവങ്ങൾ അറിയാം. അപ്പം താങ്കൾ തന്നെയാണ് അത് പറയേണ്ടത്. എന്താണ് താങ്കൾ സഹിച്ച കാര്യം? ഈ 9 മാസം നമുക്ക് യാതൊരു കോണ്ടാക്റ്റ് ഇല്ല. ആരെങ്കിലും വിസിറ്റിന് വന്നാൽ തരത്തില്ല, വിടത്തില്ല, നമ്മളെ കാണാൻ ഒക്കത്തില്ല. അവിടെ കിടക്കുക. പിന്നെ നമ്മളെവിടെ ലൊക്കേഷൻ അറിയത്തില്ല, അങ്ങോട്ട് മാറ്റുക. നമുക്ക് പോലും ദിവസം രാത്രിയാണോ പകലാണോ, അല്ല ഇരുട്ട് മുറിയിലല്ലേ, രാത്രിയാണോ പകലാണോ എന്നറിയത്തില്ല. 14 ദിവസം കഴിയുമ്പം വിളിക്കും. അന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ട് ഈ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേ ഇടത്തുള്ളൂ. 14 ദിവസം ഇടും. അല്ല, അപ്പോൾ താങ്കളുടെ റിലേറ്റീവ്സ് ഒക്കെ ആരും ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ? താങ്കൾ എവിടെയാണെന്ന് അറിയാനോ അല്ലെങ്കിൽ... അല്ല, ഞാൻ അതിന് ആരെയും അറിയിക്കാൻ ഒക്കാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം നമുക്ക് ആരോടും മിണ്ടാനുള്ള അവസരം അവിടെ ഇല്ല. പിന്നെ 2ാമത്തെ കാര്യം, ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരോക്കെ അന്വേഷിച്ച് വന്നു. പക്ഷേ പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട് അവരുടെ ജോലിയും അവരുടെ ഭാവിയും നഷ്ടപ്പെടും. അതുകൊണ്ട് ആരും ഇടപെട്ടില്ല. അപ്പോൾ താങ്കളുടെ ഫാമിലി കൂടെ ഇല്ല ആ സമയത്ത്? അല്ല, എൻ്റെ ഫാമിലി ഡെലിവറിക്ക് വന്ന സമയത്തായി പ്രശ്നം ഉണ്ടാകുന്നു. അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ താങ്കളെ കിട്ടുന്നുണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ഇവർ പാനിക്കായ ഒരു സിറ്റുവേഷൻ ആവും. അപ്പം പിന്നെ ആരോടൊക്കെ അന്വേഷിച്ചപ്പം ആളെ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു.
അപ്പോൾ എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ ഒരു 9 മാസം കഴിഞ്ഞപ്പം അവർ ജനുവരി 2000-ലാണ് 2001 ജനുവരി 19 എന്നെ അവർ ഡീപ്പോർട്ട് ചെയ്തു. ബോംബേക്കുള്ള ടിക്കറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് കൊടുത്തു അവിടെ. ബോംബെയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ബോംബെയിലുണ്ടായിരുന്നുകൊണ്ട് പുള്ളിയുടെ നിന്ന് വിളിച്ച് എയർപോർട്ടിൽ വരുത്തി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കോഴിക്കോട് വന്ന് ഇറങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 20 വർഷം ജയിൽവാസം കഴിഞ്ഞ ഒരാൾ തിരിച്ചു വന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലമായതുകൊണ്ട് അതൊരു വലിയ ആഘോഷമായി എല്ലാവരും അറിഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളുമൊക്കെ യാതനകൾ സഹിച്ചിട്ടാണ് അന്ന് താങ്കൾ ബോംബെയിൽ വന്ന് ഇറങ്ങുന്നത്. അന്ന് ഇവിടെ തിരിച്ച് നമ്മുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? ആശ്വാസമായിരുന്നു, സമാധാനമായി. ഇനി ഒരുത്തരുടെയും ഇതില്ലല്ലോ എന്നുള്ള, കാശ് പോയത് എങ്ങനെങ്കിലും ഞാൻ ഇത്രയും പ്രശ്നം വരുമെന്ന് ഉദ്ദേശിച്ചില്ല. കാശ് പോയിച്ച് നമുക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ എല്ലാം ഒറിജിനലെല്ലാം അവൻ്റെ കയ്യിലായിരുന്നു, കോപ്പികളെ നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതും കോപ്പികളൊക്കെ അന്ന് എങ്ങനെയോ എൻ്റെ ബുദ്ധിശൂന്യതയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അന്ന് ഈ കോപ്പിയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ എഗ്രിമെൻറ്റും അതിൻ്റെ കോപ്പിയൊക്കെ. ആ കോപ്പി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന് എഴുതി, മിനിസ്ട്രി ഓഫ് ആർക്കൊക്കെ എഴുതാമോ എല്ലാവർക്കും എഴുതി. അല്ല, അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും ഈ ലാഭവിഹിതമെന്ന് പറയുന്ന ഒരു തുക അത് എത്ര ഉണ്ടായിരുന്നു ശരിക്കും ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? അന്ന് കിട്ടേണ്ടത് എത്ര ഉണ്ടായിരുന്നു? ഇപ്പോൾ അത് നമ്മൾ അതിൻ്റെ പലിശയൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിലവിൽ എത്ര രൂപ താങ്കൾ അതിന് അർഹനാണ്? $9,100,000 എന്ന് പറയുമ്പം അന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഏതാണ്ട് അന്ന് 33 റുപ്പീസോ മറ്റോ ആണ് കൺവേർഷൻ റേറ്റ്. ഇന്നത് മാറിയിട്ട് 93 ആണ് ഇന്നത്തെ റേറ്റ് $. അല്ല, എന്നാലും അന്ന് കോടികളുടെ കണക്കാണല്ലോ. ഒരു 10-70 കോടിക്ക് മുകളിലുണ്ടെന്ന് തോന്നുന്നു. അല്ല, അന്ന് 70 കോടി വരത്തില്ല, 30 കോടി വരെ. 2000-ലൊക്കെ 30 കോടിയേ വരത്തുള്ളൂ. 20 രൂപയോ 22 രൂപയോ ഒക്കെ എന്നുള്ളായിരുന്നു. ഇന്നത് 93 ആണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പലിശ സഹിതം തന്നെ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ നമുക്ക് ഇത് ചോദിക്കാമല്ലോ, അതൊക്കെ അഡ്വക്കേറ്റ്സ് അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെന്നാളാണ് എൻ്റെ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം അക്ഷരാർത്ഥത്തിൽ അങ്ങൊരു കോടിപതിയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും അത് മനസ്സിനെ വേദനിപ്പിക്കാറുണ്ടോ? കാര്യം ഇത്രയും കോടികൾ കയ്യിലുണ്ട്, വരേണ്ടതാണ്, എനിക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടേണ്ടതാണ്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ? അതുണ്ട് സാറേ. കാരണം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്ന്, കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും നടത്തിയത് ഒരു കേണൽ വർഗീസ് പണിക്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ വിഷയം അറിഞ്ഞ് അന്ന് വന്ന് പുള്ളി അവരുടെ 2 പേരുടെയും ചുമതല ഏറ്റെടുത്തതാണ്. 2 പേരും ഇന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ലാസ്റ്റ് പേനി വരെ പുള്ളിയാണ് കൊടുത്തത്. പിന്നെ 17 വർഷം ഞാൻ വോളണ്ടറി ആയിട്ടാണ് മെഡിക്കൽ കോളേജിൽ സർവീസ് ചെയ്തത്. കാരണം പിള്ളേരുടെ വിദ്യാഭ്യാസം കൊടുത്തു, പിന്നെ താമസിക്കാൻ ഒരു വീട് ഒരാൾ തന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചിലവുകളൊന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വോളണ്ടറി ആയിട്ട് ഈ മിഷനറിയുടെ കൂടെ മെഡിക്കൽ കോളേജിൽ ചെയ്യുകയായിരുന്നു. പിന്നെ 17 ഗവൺമെൻറ്റിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഫോറിൻ കറൻസിയുടെ ഒക്കെ ട്രാൻസാക്ഷൻ്റെ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് ഗവൺമെൻറ് നിശ്ചയിച്ചപ്പോൾ അവരങ്ങ് വൈൻഡപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ജീവിത കഥയിൽ 2 പാർട്ടുണ്ട്. ഇതിലെ ഒരു പാർട്ടാണ് ഈ ആദ്യ ഭാഗം, അവിടെ നടന്ന കാര്യങ്ങൾ, അവിടുത്തെ ഈ ചതിയും മറ്റു കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ 2ാം പകുതി നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം അങ്ങ് നടത്തിയ നിയമ പോരാട്ടമാണ്, അല്ലേ? മുട്ടാവുന്ന വാതിലുകൾ മുഴുവൻ പോയി മുട്ടുന്നു, മന്ത്രിമാരെ കാണുന്നു, ജനപ്രതിനിധികളെ കാണുന്നു, നമ്മുടെ നിയമ സംവിധാനത്തിലൂടെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങക്ക് അവിടെ നിന്നെല്ലാം കിട്ടിയത് വലിയ വലിയ തിരിച്ചടികളാണ്, അല്ലേ? അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? ഇങ്ങോട്ടുള്ള ഒരു ഇവിടെ വന്നിട്ട് അങ്ങ് പോയ ഒരു വഴി എങ്ങനെയായിരുന്നു? ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഇതിൽ നിന്ന്, കാരണം എല്ലാത്തിനും കാശ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ട് ഉള്ള രീതിയിൽ പോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ കഴിയുന്നത്രയും ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള അങ്ങനെ പലയിടത്ത് ജോലിക്ക് പോയി നോക്കി. ജോലിക്ക് പോകും 2-3 കൊല്ലം രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടും. ഒടുവില്ല കാശുമില്ല, ഒന്നുമില്ല. ആദ്യകാലങ്ങളിൽ എന്തെങ്കിലും തരുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അങ്ങനെയും ബുദ്ധിമുട്ടി. അവിടെ വെച്ചിട്ടാണ് മിസ്റ്റർ മുകുന്ദൻ സാറിനെ, അശ്വിൻ മുകുന്ദൻ സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം കുതിര പഠിക്കാൻ വന്നപ്പം
അങ്ങനെ ഞാൻ മുകുന്ദൻ സാറിനെ അശ്വന്ത് മുകുന്ദൻ സാറിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു, കഥകൾ പറഞ്ഞു. അങ്ങനെ 2-3 വർഷം പുള്ളി ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുള്ളി അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, മാത്യു സാറേ, നമുക്ക് ഒരു വഴിയുണ്ട്. എൻ്റെ ബ്രദറാണെന്ന് പറയാം. ആ ബ്രദർ ഹൈക്കോടതിയിലെ ലോയറാണ്, അദ്ദേഹം സ്മാർട്ടാണ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞു വിവരം. അങ്ങനെ മുകുന്ദൻ സാർ, അശ്വന്ത് മുകുന്ദൻ സാറിൻ്റെ കെയർ ഓഫിൽ സ്വരാജ് സ്വരൂപ് സാറിനെ, സുരേന്ദ്രൻ സാറിനെ കണ്ടു, മീറ്റ് ചെയ്തു. അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു. ഒത്തിരിയും ദിവസങ്ങൾ രാവിലില്ലാതെ അദ്ദേഹം പഠിച്ച് ഇതെല്ലാം എടുത്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഹൈക്കോടതിയിൽ ഇങ്ങനെ പോയാൽ ഒരു റിട്ട് കൊടുക്കാമെന്ന് പഠിച്ചു. അദ്ദേഹം റിട്ട് കൊടുത്തു. അത് ഹൈക്കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു. ഇനിയുള്ള കാര്യമെല്ലാം അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സമയം എടുക്കുമല്ലോ. അല്ല, അതിനു മുന്നോടിയായി അങ്ങ് നിരവധി മന്ത്രിമാരെയും ജനപ്രതിനിധികളെയൊക്കെ കണ്ടിരുന്നു. അവിടെ നിന്നും വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ ഒന്ന് പറയാമോ? ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിദേശത്ത് നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഭാഷയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങാൻ നേരം പുള്ളി തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നോർക്കായുടെ മിനിസ്റ്ററുണ്ട് ഹസൻ സാറിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എടുത്ത് അപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു, അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്കൊന്നും ചെയ്യാനില്ല, ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ഇറങ്ങിപ്പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സുഷമ സ്വരാജ് മാഡം കേന്ദ്ര വിദേശമന്ത്രി എന്നപ്പം ഇവിടെ നിന്ന് ഞാൻ അവിടെ ഡൽഹി വരെ ഒന്ന് പോയി. ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാഡത്തിനെ പോയി കണ്ടാൽ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ മാഡത്തിനെ കാണാനായിട്ട് പോയി, കണ്ടു. അപ്പം മാഡം പറഞ്ഞു, മലയാളി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണെന്നുള്ളതിന് ഒരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അതപ്പോൾ ആ ലെറ്റർ എവിടെ നിന്നാണ് കിട്ടേണ്ടിയിരുന്നത്? സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട്. അപ്പം നമുക്കറിയത്തില്ല, ഞാൻ ഇവിടുത്തെ എൻ്റെ നല്ല കാലം മുഴുവൻ അവിടെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാർ തന്നെയായിരുന്നു, നിങ്ങൾ MM ഹസനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് MM ഹസനെ കാണുന്നത്. അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ ലെറ്ററൊന്നും തരാനില്ല, നിങ്ങളുടെ റെക്കോർഡും കൊണ്ടങ്ങ് പോയാൽ മതി. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ കേരളത്തിൽ നിന്നുള്ള ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർക്ക്, കാരണം കേരളത്തിലെ മലയാളികൾ പലയിടത്തുണ്ട്, സെറ്റിലായിട്ടുണ്ട്, ഇനിയും വേറെ ആരാളെന്ന് അറിയാതിരിക്കുക, പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് തരത്തില്ല എന്ന് പറഞ്ഞു. അല്ല, ഒരുപക്ഷെ അന്ന് ആ ലെറ്റർ കിട്ടിയിരുന്നെങ്കിൽ സുഷമ സ്വരാജ് അതെങ്കിലും ചെയ്യുമായിരുന്നു. കാരണം അത്രയും വളരെ ഇനിഷ്യേറ്റീവായിട്ട്, കാരണം ഈ ഡോക്യുമെൻ്റ് എല്ലാം പഠിച്ചതിന് ശേഷം മാഡം വളരെ വളരെ സോഫ്റ്റായിട്ട്, ഇത് ഒരു സെൻട്രൽ മിനിസ്റ്റർ നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ ഈ രീതിയാണ്, അപ്പോൾ സെൻട്രലിലെ മിനിസ്റ്റേഴ്സ് എങ്ങനെ ആയിരിക്കുമെന്ന് ഉദ്ദേശിച്ചു. പക്ഷെങ്കിൽ ആ മാഡം അത് ചെയ്തു തന്നായിരുന്നു. പക്ഷെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാനൊത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ BM സുധീർ സാറിനെ പോയി കണ്ടത്. അദ്ദേഹം ആലപ്പുഴയിലെ MP ആയിരിക്കുമ്പോഴാണ്. ബാക്കിയുള്ള MP-മാരുടെ എടുക്കുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ആദ്യം തുടങ്ങുന്നത് അന്നത്തെ ഇവിടുത്തെ MP ആയിരുന്ന BS ശിവകുമാർ സാറിൻ്റെ അടുക്കലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്ക് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 3 ഫയൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. എനിക്കൊരു ഫയൽ, അങ്ങനെ 4 ഫയൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പോകുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ 4 ഫയലും, അന്ന് കാശില്ല, കുഞ്ഞിന് പാല് വാങ്ങിക്കാൻ കാശില്ലാതിരിക്കുന്ന സമയം. മറുഭാഗത്ത് ഈ കോടികൾ കിടക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഈ ഒരു അവസ്ഥ. അദ്ദേഹത്തിനെ പോയി കണ്ടു. അപ്പം ഞാൻ ഉള്ളൂരാണ് അന്ന് താമസിക്കുന്നത്. ഉള്ളൂരിൽ നിന്ന് ഒരു ഓട്ടോ എടുത്താലേ കൂടെ വരുന്ന കോൺഗ്രസ്സുകാരൻ വരത്തുള്ളൂ. 300 രൂപ അന്ന്, ഇത് 20 കൊല്ലത്തിന് മുമ്പ് കൊടുക്കണ്ടേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, ഒരു പ്രാവശ്യം പോയി. അപ്പോൾ പറയും, ഞാൻ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോയി, അവിടെ ഫയലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നു പിന്നെയും പിറ്റേ മാസവും അവിടെ പോയി. അന്നും പറഞ്ഞു, ഇല്ല, എനിക്ക് അതൊന്നും ആയിട്ടില്ല, ഞാൻ അടുത്ത മാസം പോവും, നിങ്ങൾ അടുത്ത മാസം വരാൻ പറഞ്ഞു. ഇങ്ങനൊരു 3 പ്രാവശ്യം അവിടെ പോയി. 3ാമത്തെ പ്രാവശ്യം എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അങ്ങോട്ട് കയറുന്നിടത്ത് കണ്ടത്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഇദ്ദേഹം ഡൽഹിക്ക് കൊടുത്തിരിക്കുന്ന ഫയലെന്ന് പറയുന്ന 4 ഫയലും അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കബഡ് മോൾ ഓപ്പൺ ഇതിലിരിക്കുന്നു. ഞാൻ അകത്തോട്ട് കയറി, ഒത്തിരി പേരുമുണ്ട്. ഞാൻ എൻ്റെ സങ്കടവും പ്രയാസവും, കാരണം ഇല്ലാത്ത 300 രൂപ ഉണ്ടാക്കി ഒരു ഓട്ടോ പിടിച്ചാലേ അവർ വരത്തുള്ളൂ, ഇവിടെ വരാൻ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോയി, എനിക്ക് ദേഷ്യവും വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഇവിടെ എന്തോ പറയുന്നത്, ഇതേ എൻ്റെ ഫയലിരിക്കുന്നത്, എൻ്റെ ഫയൽ എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം?
ഒന്നും മിണ്ടിയില്ല. ആരെയോ വിളിച്ചിട്ട് ഫയലിംഗ് എടുത്തു. അങ്ങനെ തിരിച്ചു പോരുന്നു. പിന്നെ വീണ്ടും ശശി തരൂരിൻ്റെ അടുത്ത് പോയി. അല്ല, ശശി തരൂർ സാറിൻ്റെ അടുക്കലല്ല പോയത്. പിന്നെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഇ അഹമ്മദ് സാറിനെ, അതും ഒരു കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിക്കാരനെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹം കോഴിക്കോട്ട് ചെന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട്ട് ഹോട്ടലിൽ പോയി 8 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് രാത്രി 12 മണി വരെ ആ വാതിക്കലിരുന്നു. 12 മണിക്ക് അദ്ദേഹം വന്നു. ഞാൻ അന്ന് ആഹാരം കഴിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു. ആഹാരം കഴിച്ചിട്ട് കണ്ടിട്ട് പുള്ളി അവിടെ വെച്ച് തന്നെ ഷാർജയ്ക്ക് ടെലിഫോൺ ചെയ്തു. പുള്ളിക്ക് അറിയാവുന്ന ഷാർജയിലെ റൂളേഴ്സ് ഓഫീസിലുള്ള ആരുമായിട്ട് സംസാരിച്ചു. ശരി, ഇത് എന്നിട്ട് പുള്ളി പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യ്, ഞാനിതൊക്കെ ചെയ്യാൻ നിങ്ങൾ എനിക്കൊരു ലെറ്റർ എഴുതി തരണം, ഫയലിൻ്റെ കോപ്പി എല്ലാം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫയലിൻ്റെ കോപ്പി എല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഫയലാണ്, ശരി ഞാൻ എടുത്തോളാം, എങ്കിലും ഒരു കോപ്പിയോടെ എൻ്റെ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കണമെന്ന് ഇസ്മായിൽ എന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ്റെ ഇതിൽ തന്നു. ഞാനതും വീണ്ടും അയച്ചു കൊടുത്തു. പക്ഷേ അതിന് ശേഷം ഞാൻ അറിഞ്ഞത് ഇദ്ദേഹം പെട്ടെന്ന് ഷാർജയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് ഷാർജയിലെ റൂളേഴ്സ് ഓഫീസിൻ്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിരിക്കുന്ന ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചിരുന്ന പുള്ളി എപ്പോഴും ഇവിടെ വരുമായിരുന്നു. പുള്ളി മരിച്ചുപോയി ഇടയ്ക്ക്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും പുള്ളി ഇവിടെ നിന്ന് കോവളത്ത് കുറച്ച് ദിവസം താമസിച്ചിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, മാത്യൂസ് സം ബാഡ് സ്മെൽ ഈസ് കമ്മിങ്. അപ്പോൾ അതിന് കുറച്ച് ഇംഗ്ലീഷ് അറിയത്തുള്ളവന്, ഞാൻ അറബിയിൽ അവനോട് സംസാരിക്കാറുള്ളത്. ബട്ട് സം ബാഡ് സ്മെൽ ഈസ് കമ്മിങ്, യുവർ വസീർ ഈസ് ഹിയർ എന്ന് പറഞ്ഞു. അതോടുകൂടി ഇങ്ങനെ പോരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ശശി തരൂർ, അപ്പം തിരിച്ച് പുള്ളി വന്നപ്പം ശശി തരൂർ സാറാണ് മിനിസ്റ്റർ. അങ്ങനെ ശശി തരൂർ സാറിനെ കാണാനായിട്ട് പുള്ളി അപ്പോയിൻമെൻറ്റ് തരും ഞങ്ങൾ. അപ്പോൾ എന്നിട്ട് പുള്ളി റെയിൽവേയിലോട്ട് കയറി. ഇവിടെ വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് 4 മണി തുടങ്ങി 6 മണി വരെ നിൽക്കും. അപ്പം ശശി തരൂർ സാർ പറയും, അയാൾ വരട്ടെ, അയാൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വരും പരിചയപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞ്, അതെന്താ വന്നുള്ള അയാൾ വരട്ടെ, എന്താ വന്ന് അറിയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞു, 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞു, 3ാമത്തെ പ്രാവശ്യം ശശി തരൂർ സാറിന് ദേഷ്യം വന്നു. അയാൾ എല്ലാ പ്രാവശ്യം എന്നെയും പറഞ്ഞ് നിങ്ങളെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്തോ കാര്യം, എന്തോ കളിയാക്കുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞു ഒരു എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വിവരം എഴുതി കൊടുത്തു കാര്യം എന്നതാണെന്ന്. അപ്പോൾ ഉടനെ ശശി തരൂർ സാർ വിളിച്ചിട്ട് അന്നൊരു ഡി ബാബു എന്നും പറഞ്ഞിട്ട് ആലപ്പുഴക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് വന്നിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് പറഞ്ഞു, സാറേ അഹമ്മദ് സാർ മാറ്റിയിട്ടേക്കുന്ന ഫയലാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ ശരി ഈ ലെറ്റർ എടുത്തു കൊണ്ടുപോയിക്കുക, നമുക്ക് അവിടെ ചെന്നിട്ട് ഫയൽ എന്തുവെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ ഫയൽ എടുക്കുന്ന അദ്ദേഹം ശശി തരൂർ വെളിയിലായി, അദ്ദേഹം തിരിച്ചു വന്നു. അതോടുകൂടി ആ ഫയൽ നീക്കം നീങ്ങി. പിന്നെ തളർന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു അങ്ങനെ ഇരുന്നപ്പോഴാണ് അശ്വന്ത് മൂന്ന് സാറ് എന്നെ പരിചയപ്പെടുന്നതും അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിൽ 2-3 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഈ ഇതിലോട്ട് കൊണ്ടുവന്നു. ഇപ്പം എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷയുണ്ടോ ഈ പ്രതീക്ഷ? അറ്റ്ലീസ്റ്റ് ദേ ആർ ഫോളോയിങ് ഇറ്റ് അപ്പ്. അതാണ് അതിൻ്റെ ഫാക്റ്റ്. എന്തെങ്കിലും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇറ്റ് ഡിപ്പെൻസ്. എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ അല്ലേ വരാനൊക്കത്തുള്ളൂ, അല്ല അവർക്ക് അല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വഴി വരുന്നതിൻ്റേതായിട്ടുള്ള നീക്കങ്ങളുണ്ട്. നമുക്കറിയാം ഏത് കാര്യത്തിന് നമ്മൾ തന്നെ ഒരു കാര്യത്തിന് അടുത്തുള്ള സ്ഥലത്ത് പോയി തന്നെ ഇത്രയും വരും. അപ്പോൾ കോടതിയിലൊക്കെ 100 കേസ് വരുന്നത്, അപ്പോൾ അതനുസരിച്ച് ഓർഡർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഈ പ്രവാസ ജീവിതം, അവിടെ പോയി പൈസ ഉണ്ടാക്കുക. അങ്ങനെ കണ്ടു തന്നെയാണ് ഒരുപാട് പേർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്, സക്സസ് ആവുന്നുമുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു അനുഭവം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു യുവജനതയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? കാര്യം സ്വന്തം ലൈഫ് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്, കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. അതിൻ്റെ പ്രശ്നങ്ങളുമായി നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഭരണവർഗം എങ്ങനെയാണ് നമ്മളോട്ട് പെരുമാറുന്നതെന്ന്, ഈ വിഷയങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നതെന്ന് പഠിപ്പിച്ചു. എന്ത് തോന്നുന്നു? ഞാൻ പറയുന്ന എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കാശ് മുടക്കി അവിടെ ചെന്ന് ജോലി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് എ ബെസ്റ്റ് ചോയ്സ്. ലക്കിലി കിട്ടിയേക്കും, ബട്ട് മോസ്റ്റ് ഓഫ് ദം ഹാസ് ടു സഫർ. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നടക്കുന്നു, ഇഷ്ടംപോലെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഗോൾഡ് മർച്ചൻ്റ് അതിനകത്തൊക്കെ ഉള്ള കേസുകളെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ദേ ആർ ഇന്നസെൻറ്റ്. പക്ഷെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഈ ലോക്കൽ പാർട്ട്നേഴ്സും അവരുടെ ആൾക്കാരും പെടുത്തിയിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദേ ആർ സേഫ്. ദേ വിൽ ടേക്ക് ഓവർ ദെയർ പ്രോപ്പർട്ടി ആൻഡ് അതർ തിങ്സ്. അനുഭവിക്കേണ്ടവൻ അനുഭവിക്കും. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. എനിക്ക് ജീവനോടെ തിരിച്ചു വരാനോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും
തിരിച്ചു വരാനൊക്കത്തില്ല. കാരണം അത് അന്ന് തുടങ്ങി ഞാൻ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങി ഈ എംബസിക്കും ഫോറിൻ മിനിസ്ട്രിക്കും അതുപോലെ തന്നെ ഏതൊക്കെ പ്രൈം മിനിസ്റ്ററിനും ഒക്കെ കത്തെഴുതുമായിരുന്നു. റെഗുലറായിട്ട് ഇങ്ങനെ കത്തെഴുതുമായിരുന്നു. ആ ഇതുകൊണ്ട് അവർക്ക് അന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. അന്ന് അവിടെ കിടന്നും ഈ ലെറ്ററൊക്കെ എഴുതി മിനിസ്ട്രിയിൽ നിന്നൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇവിടെയൊക്കെ ചെന്നതുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് ചെറിയതൊക്കെ. അതുകൊണ്ടൊന്നും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല അൺലെസ് ദ ഗെറ്റ് എ ഗുഡ് ജോബ് വിത്ത് എ ഗുഡ് കമ്പനി. അത് ആകുമ്പോൾ ഇവിടുന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ദർ ഈസ് റെക്കോർഡ്. മറ്റേ അവിടെ ചെന്നിട്ട് വിസായം എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, കാരണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്ന് ഈ വിസയുടെ സ്പോൺസറിൻ്റെ കീഴിലല്ല വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു, അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ ഉപദ്രവിച്ച് എത്രയോ നാളുകൾ. ഞാനൊക്കെ ആദ്യം പോകുന്ന കാലത്തൊക്കെ ആണെങ്കിൽ 100 കണക്കിന് ആൾക്കാരെയാണ് അന്ന് ഈ ലോഞ്ചിലൊക്കെ വന്നിട്ട് വഴിയിൽ നിന്നൊക്കെ പിടിക്കുന്നതാണേ. അവരെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു വലിയ 2-3 ഏക്കറുള്ളൊരു മണൽ പരപ്പ്, അവിടെ 1-2 ഉണങ്ങിയ മരം കാണും, 4 ചുറ്റും മതിലാണ്. ഈ മതിലിൻ്റെ മുകളിൽ പോലീസുകാർ ഒരു 4-5 പോലീസുകാർ മുകളിൽ കാണും. സാറേ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ യാതനകളാണ് അവിടെ അനുഭവിച്ചത്. ഇതിൽ ശാരീരികമായി അങ്ങക്ക് എന്തെങ്കിലും യാതനകൾ അനുഭവിക്കേണ്ടി വന്നു? ശാരീരികമായിട്ടൊന്നും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ദൈവത്തെ സാക്ഷി നിർത്തി സത്യം പറയണമല്ലോ, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഈ ടഫ് ടൈം, കാരണം ഉടുതുണിക്ക് മറുതുണിയില്ല, ആർക്കും അവിടെ വരാനൊക്കത്തില്ല. അങ്ങനെ 9 മാസം കയറ്റി വിടുന്ന സമയത്തും അവിടെയുള്ള എനിക്ക് അറിയാവുന്ന ഒരു ലോയർ, അവരുടെയൊന്നും പേര് പറയാനൊക്കത്തില്ല, അവിടുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് എനിക്കൊരു പാൻറ്റും ഷർട്ടും കൂടെ വാങ്ങിച്ചുകൊണ്ട് തന്ന് തിരിച്ചു വരാനായിട്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അവിടെ പോയി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയാൽ അവരുടെ നിയമ സംവിധാനങ്ങൾ ഒരിക്കലും നമ്മളെ രക്ഷിക്കില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുന്നതാണോ അങ്ങയുടെ അനുഭവമാണ്? അത് അൺലെസ് ആരെങ്കിലും നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ വേണം. പിന്നെ ഷെയ്ഖ് ഫാമിലിക്ക് അഗൻസ്റ്റ് ആയിട്ടാണെങ്കിലും നോ ലോയേഴ്സ് വിൽ കം അപ്പ്. കാരണം അവർക്കറിയാം അവരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ തെറിപ്പിക്കും. ഫോറിൻ ലോയേഴ്സ് ആരും ചെയ്തില്ല. പിന്നെ അവിടുത്തെ ലോക്കൽ ലോയേഴ്സ് ആണെങ്കിൽ ചെയ്തേക്കും, പക്ഷേ അത് നമുക്ക് ഓപ്പോസിറ്റായിട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് 16 വർഷത്തോളം ആകുന്നു അല്ലേ? ഇല്ല, 20 വർഷത്തോളം ആകുന്നു. അപ്പോൾ ഈ 20 വർഷത്തിനിടയ്ക്ക് പിന്നീട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബന്ധപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? അവരുമായിട്ടോ? ഇല്ല. അല്ല, അവരിങ്ങോട്ട് വിളിക്കുകയോ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ ഈ കേസ് ലൈവാണെന്നുള്ള കാര്യം അവർക്ക് ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടോ? അറിവുണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ. അവർക്ക് എന്തോ അറിവ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നോട്ടീസ് അയച്ചപ്പോഴേ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് എംബസിക്കോ അവർക്കൊക്കെ അയച്ചിട്ടുണ്ടല്ലോ, അപ്പം തീർച്ചയായിട്ടും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ താങ്കളുടെ ഒരു അഡ്വക്കേറ്റ് എന്താണ് പറയുന്നത്? ഇതിൻ്റെ ഒരു കേസിൻ്റെ ഗതി ഏത് രീതിയിലായിരിക്കും? ഇതിൻ്റെ ഒരു അഡ്വക്കേറ്റ് അവർക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയും പിന്നെ ബാക്കി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ ലീഗലായിട്ട് അവർ ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവർ ഇതിനുവേണ്ടി ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. കാരണം എങ്കിലും താങ്കളുടെ ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച കാശാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ താങ്കൾ ഇപ്പോൾ ഈ ഇതിൽ കാരണം ഒത്തിരി മോമെൻറ്റ്സ് കണ്ടതുകൊണ്ട് ദർ ഈസ് പോസിബിലിറ്റി. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഹോപ്പുണ്ട്. അവരുടെ അധ്വാനം അവർ ആ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് അതല്ലേ തന്നെ ഹൈക്കോടതി കേസ് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊരു നിയമവുമില്ല. അപ്പം അതും അദ്ദേഹത്തിൻ്റെ മിടുക്ക് തന്നെ ഏതൊക്കെ ഒരു വർഷം അദ്ദേഹം പഠിച്ചതാണെന്ന് തോന്നുന്നു. ഓരോ ക്ലോസും പഠിച്ച് ഇത്രയും പ്രിപ്പയർ ചെയ്തതേ. എന്തായാലും അത് ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ, കേസ് വിജയിക്കട്ടെ, അങ്ങേക്ക് കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന പ്രേക്ഷകരും ഒരുപക്ഷെ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. കൂടിക്കാഴ്ചയുടെ ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ കേട്ടത് കോയാട്ട് മാത്യു ജോർജ് എന്ന തിരുവനന്തപുരം സ്വദേശിയായ പ്രവാസ ജീവിതം നയിച്ച് അവിടെ ചതിക്കുഴിയിൽപ്പെട്ട് കോടികൾ അദ്ദേഹത്തിന് ഇനിയും കിട്ടാനുണ്ട്. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് അദ്ദേഹം. ആ നിയമ പോരാട്ടം അതിൻ്റെ പ്രതീക്ഷയോടുകൂടി തന്നെ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹവും പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമസ്കാരം.